സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാന സമ്മേളന തീരുമാനത്തിനെതിരെ പരസ്യപ്രതികരണം നടത്തിയത് തെറ്റായിപ്പോയെന്ന് എ പത്മകുമാർ. നടത്തിയത് വൈകാരിക പ്രതികരണം. എന്ത് നടപടി കൈക്കൊണ്ടാലും സ്വീകരിക്കുമെന്നും എ പത്മകുമാർ. ബി.ജെ.പിയിൽ ചേരുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് എ പത്മകുമാർ. താൻ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയൻ. ബി.ജെ.പി നേതാക്കൾ ശ്രമിച്ചത് മാധ്യമ ശ്രദ്ധ നേടാനെന്നും എ പത്മകുമാർ. സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാക്കളുടെ പൂർണ്ണ പട്ടിക പാർട്ടി കോൺഗ്രസിന് ശേഷമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. വി.എസ് അടക്കമുള്ള നേതാക്കൾ ക്ഷണിതാക്കളായി ഉണ്ടാകും. വി.എസിനെ അവഗണിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ തോന്നിയാസമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. തനിക്കെതിരെ ചിലർ അപവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ. സുർജിത് ഭവനിലാണ് യോഗം. പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള സംഘടനാ റിപ്പോർട്ടും ഭേദഗതികളും യോഗത്തിലെ മുഖ്യ അജണ്ട. കോൺഗ്രസിനകത്തും UDF-ലും തർക്കം രൂക്ഷം. ദീപാദാസ് മുൻഷി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച തുടരുന്നു. ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ ഘടകകക്ഷി നേതാക്കൾ നടത്തിയത് രൂക്ഷ വിമർശനം. കോഴിക്കോട് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് യോഗത്തിൽ വിവാദം പുകയുന്നു. യോഗത്തിന് പിന്നിൽ KC വേണുഗോപാലിനെ ശക്തനാക്കുക എന്ന ലക്ഷ്യമെന്ന ആരോപണം. ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും സൂചന. പാതിവില തട്ടിപ്പിലെ ബുദ്ധികേന്ദ്രം തേടി ക്രൈംബ്രാഞ്ച്. ആനന്ദകുമാറിനെയും AM രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യും. കേസിൽ ഇരുവരുടെയും പങ്ക് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഹമ്മദ് ഷുഹൈബിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച്. കസ്റ്റഡിയിൽ വാങ്ങുന്നത് വിശദമായി ചോദ്യം ചെയ്യുന്നതിന്. ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയും സത്യവാങ്മൂലവും ഇന്ന് പരിഗണിക്കും. കേന്ദ്ര അവഗണനയ്ക്കിടയിലും വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഈ മാസം 27-ന് ടൗൺഷിപ്പിന് തറക്കല്ലിടും. കേന്ദ്രത്തിൻ്റേത് ക്രൂരമായ മനുഷ്യത്വവിരുദ്ധ സമീപനം. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും മന്ത്രി. ലഹരിക്കെതിരെ സ്കൂളുകളിൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. കേരളം മദ്യലഹരിയുടെ പിടിയിലെന്ന് തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഗൗരവമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുവെന്നും മന്ത്രി. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള BJP നീക്കത്തിനെതിരെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ദേശീയ വിദ്യാഭ്യാസ നയം, മണിപ്പൂർ സംഘർഷം, മണ്ഡല പുനർനിർണയം എന്നിവ ചർച്ചയാകും. കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇന്ത്യ സഖ്യം. ഇന്ത്യ എന്ന പേര് പൂർണ്ണമായി മാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും RSS. ഇന്ത്യയെ തിരുത്തി ഭാരത് എന്ന് വിളിക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി. ഭരണഘടനാ ഭേദഗതിയിലൂടെ പേര് മാറ്റണമെന്നും RSS. കൊല്ലത്ത് പള്ളിവളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തി. പോലീസ് പരിശോധന തുടരുന്നു. അസ്ഥികൂടം കണ്ടെത്തിയത് SN കോളേജ് ജംഗ്ഷന് സമീപം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ പേരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതിയുമായി പോലീസ് കിളിമാനൂർ സ്റ്റേഷനിലേക്ക് മടങ്ങി. കിളിമാനൂർ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. കൊല്ലം നഗരത്തിൽ വൻ കവർച്ച. ചിന്നക്കടയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 10 ലക്ഷം കവർന്നു. ശുചിമുറിയുടെ വിടവിലൂടെയാണ് സംഘം അകത്ത് കടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യം പുറത്തു.
കോഴിക്കോട് കണ്ടംകുളങ്ങരയിൽ വൻ ലഹരി മരുന്ന് വേട്ട 79.74 ഗ്രാം MDMA പോലീസ് പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ്, നൈജിൽ, രാഹുൽ എന്നിവർ. കേരളം മദ്യലഹരിയുടെ പിടിയിലെന്ന് തെറ്റായ പ്രചരണം നടക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി റിയാസ് നിയമസഭയിൽ. കാസർഗോഡ് പൈവെളികയിൽ 15-കാരിയുടെ മരണം. കേസ് ഡയറി പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരായത് കോടതി നിർദ്ദേശപ്രകാരം. കൊച്ചി വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുക മരട് മാതൃകയിൽ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ കമ്പനി പ്രതിനിധികൾ ഈ മാസം 14-ന് സ്ഥലം സന്ദർശിക്കും. കൊച്ചിയിൽ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ക്യൂൻ വാക്വേയിൽ കുടുംബസമേതമെത്തിയ യുവതിയോടാണ് മോശമായി പെരുമാറിയത്. പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു. തിരുവനന്തപുരം നഗരത്തിൽ കത്തികാട്ടി മോഷണം നടത്തിയ സംഭവം 3 പേർ അറസ്റ്റിൽ. അനീഷ്, അജിത്ത്, കാർത്തിക് എന്നിവരാണ് പിടിയിലായത്. വൃദ്ധ ദമ്പതികളെയാണ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത്. പാലക്കാട് ലഹരിക്കടത്ത് വിസമ്മതിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവം 3 യുവാക്കളെ പോലീസ് പിടികൂടി. വടവന്നൂർ സ്വദേശി അബ്ബാസിനാണ് മർദ്ദനമേറ്റത്. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ, അനീഷ്, കൂട്ടുപാത സ്വദേശി ഷാജി എന്നിവരെയാണ് പോലീസിന്റെ പിടിയിലായത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. സൈന്യവും കുക്കി വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടി. സംഘർഷം ദേശീയപാതകളിൽ പൊതുഗതാഗതം പുനരാരംഭിച്ചതിന് പിന്നാലെ വംശീയ കലാപത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ച് കുക്കി സംഘടന. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന നയത്തിനെതിരെ ദില്ലിയിൽ നാളെ പാർലമെന്റ് പ്രതിഷേധ മാർച്ച് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. മാർച്ചിൽ കേരളത്തിലെ ഇടത് UDF MPമാരും തീരദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLAമാരും പങ്കെടുക്കും. ദില്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള MPമാർക്കും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് അത്താഴ വിരുന്ന് നൽകും. കേരള ഹൗസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിനും ക്ഷണം. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പ്രഭാത ഭക്ഷണത്തിനായി നാളെ കേരള ഹൗസിൽ എത്തുമെന്ന് KV തോമസ്. കാലങ്ങളായി ഉന്നയിക്കുന്ന നിരവധി ആവശ്യങ്ങളുണ്ട്. അവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും KV തോമസ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ MA ബേബി. ധൂമയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളാണ് ദില്ലി AKG ഭവൻ സന്ദർശിച്ചത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും വളർച്ചയും സന്ദർശനത്തിൽ ചർച്ചയായി. അമേരിക്ക യുക്രൈൻ സമാധാന ചർച്ച ഇന്ന് നടക്കും. ചർച്ചയ്ക്കായി വ്ളാഡിമിർ സെലൻസ്കി സൗദിയിലെത്തി. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആകും അമേരിക്കൻ സംഘത്തെ നയിക്കുക. സമാധാന ചർച്ചയിൽ സെലൻസ്കി നേരിട്ട് പങ്കെടുക്കില്ല. സ്വച്ഛ് ഭാരത് പദ്ധതിക്കെതിരെ ആഞ്ഞടിച്ച് രാജ് താക്കറെ. കുംഭമേളയിൽ കുളിക്കാനും മലിനജലം കുടിക്കാനും വേണ്ട പാപമൊന്നും താൻ ചെയ്തിട്ടില്ല. ഗംഗയിലും യമുനയിലും കടുത്ത മലിനീകരണമെന്നും രാജ് താക്കറെ. പെട്രോൾ പമ്പിലെത്തിയ യുവാവിനും ബന്ധുവിനും 3-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. സംഭവം തിരുവനന്തപുരം വെള്ളനാട് ഇന്ത്യൻ ഓയിൽ പമ്പിൽ. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. കൈകോർക്കാം യുവതയ്ക്കായി എന്ന പേരിലായിരുന്നു പരിപാടി. ഉദ്ഘാടനം മാനന്തവാടി സബ് ഡിവിഷൻ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നിർവഹിച്ചു. വെള്ളമുണ്ട AUP സ്കൂൾ വീണ്ടും വിവാദത്തിലേക്ക്. കേടായ സ്കൂൾ ബസ്സുകൾ നന്നാക്കുന്നില്ലെന്ന് PTA. 2 ബസ്സുകൾ ഓടാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്നതായും പരാതി. തായ്ലൻഡിൽ കുടുങ്ങിയ 540ഓളം ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ വ്യോമസേന. രക്ഷപ്പെടുത്തിയത് സൈബർ തട്ടിപ്പുകാരുടെ സംഘത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ. ആദ്യ സംഘം ഇന്ത്യയിലെത്തി. 2ാം സംഘത്തെ ഇന്ന് തിരികെ എത്തി. ജമ്മു കശ്മീരിലെ വിവാദ ഫാഷൻ ഷോയിൽ ക്ഷമാപണവുമായി ഡിസൈനർമാർ. റംസാൻ സമയത്ത് ഷോ നടത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഏതെങ്കിലും മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഡിസൈനർമാർ. പ്രതികരണം വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ. ഉത്തർപ്രദേശിൽ BJP നേതാവ് കൊല്ലപ്പെട്ടത് മുതിർന്ന നേതാവ് ഗുൽഫാം സിംഗ് യാദവ്. ബൈക്കിലെത്തിയ സംഘം വിഷം കൊടുത്തു കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കബഡി കളിക്കിടെയുണ്ടായ തർക്കത്തിൽ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. 3 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൂത്തുക്കുടി സ്വദേശികളാണ് അറസ്റ്റിലായത്. വൈരാഗ്യമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. രാജസ്ഥാനിൽ ഹോളി ആഘോഷത്തിനെതിരായ സർക്കാർ നടപടി ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ വിദ്യാലയം. സർക്കാർ നടപടിക്കെതിരെ CBSEയെ സമീപിക്കും. സ്കൂൾ തീരുമാനത്തെ അപലപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ലളിത് മോദിയുടെ പാസ്പോർട്ട് റദ്ദാക്കി വാനുവാറ്റു. നടപടി IPL ക്രമക്കേടിൽ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്തലുകൾ പരിഗണിച്ച് നിക്ഷേപ പദ്ധതി വഴിയാണ് ലളിത് പൗരത്വത്തിന് അപേക്ഷിച്ചത്. ഗാസയിലേക്കുള്ള വൈദ്യുത വിതരണം നിർത്തലാക്കി ഇസ്രായേൽ. നീക്കം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്. ബന്ദികളെ തിരിച്ചെത്തിക്കാൻ എന്തും ചെയ്യുമെന്ന് ഇസ്രായേൽ. ദുബായിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് യുവതിക്ക് 6 മാസം തടവും 20,000 രൂപ പിഴയും. നടപടി ദുബായ് ക്രിമിനൽ കോടതിയുടേത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം യുവതിയെ നാടുകടത്തും. US ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസ പ്രകടനത്തിന് പിന്നാലെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച് ഉത്തര കൊറിയ. മിസൈൽ വിക്ഷേപണം ഹാങ്ഹെ പ്രവിശ്യയിൽ നിന്ന്. സംഭവത്തിൽ ആശങ്ക ശക്തം. ജർമ്മനിയിൽ വിമാനത്താവള ജീവനക്കാർ പണിമുടക്കിയത് വേതന വർധന ആവശ്യപ്പെട്ട്. 8% വർധനവാണ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നത്. M. കുമാരൻ സൺ ഓഫ് മഹാലക്ഷ്മി വീണ്ടും തിയേറ്ററിലേക്ക്. ചിത്രം മാർച്ച് 14-ന് പ്രദർശനത്തിനെത്തും. ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. പ്രദർശനത്തിനൊരുങ്ങി ചിരഞ്ജീവി ചിത്രം വിശ്വംഭരൻ. ഓഗസ്റ്റ് 22-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. തൃഷയാണ് ചിത്രത്തിലെ നായിക. ഷാഹിദ് കപൂർ ചിത്രം ദേവ ഉടൻ OTT-യിലെത്തുമെന്ന് സൂചന. റോഷൻ ആൻഡ്രൂസ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രം ഒരു വടക്കൻ തേരോട്ടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. റൊമാൻറ്റിക് ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനറാണ് ചിത്രം. പുതുമുഖ നായിക ദിൽന രാമകൃഷ്ണനാണ് ചിത്രത്തിലെ നായിക.
Y300 സീരീസിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കാനൊരുങ്ങി വിവോ Y300 Pro Plus എന്നായിരിക്കും ഫോണിന്റെ പേര്. 7320 mAh ബാറ്ററി കപ്പാസിറ്റി ഫോണിനുണ്ടാകുമെന്നാണ് വിവരം. ഐഫോണുകളെ ലക്ഷ്യം വെച്ച് പുതിയ സൈബർ തട്ടിപ്പ് ആപ്പിൾ ID ഉപയോഗിച്ച് അനധികൃത വാങ്ങലുകൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. ആദ്യ ലാർജ് ലാംഗ്വേജ് മോഡൽ അവതരിപ്പിച്ച ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫോക്സ് ബ്രെയിൻ എന്നാണ് മോഡലിന് നൽകിയിരിക്കുന്ന പേര്. ചൈനീസ്, തായ്വാനീസ് ഭാഷകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ആദ്യ AI മോഡലാണ് ഫോക്സ് ബ്രെയിൻ. ഹോളി കളറാക്കുന്ന ഓഫറുകളുമായി ഐഫോൺ. വിജയ് സെയിൽസിൽ ഐഫോൺ 16 പ്രോയ്ക്ക് വൻ വിലക്കുറവ്. 1,07,000 രൂപയിൽ താഴെയാണ് വിൽപ്പന. തെക്കൻ റഷ്യൻ പ്രദേശങ്ങളായ ഡാഗസ്താൻ, ചെച്നിയ എന്നിവിടങ്ങളിൽ ടെലിഗ്രാം ആപ്പിന് നിരോധനം. തീരുമാനം തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി അധികൃതർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രാജ്യത്തിനെതിരെ ശത്രുക്കൾ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആപ്പ് ഉപയോഗിക്കുന്നുവെന്നും വാദം. ഗ്രൂപ്പ് ചാറ്റുകൾക്കായി AI പ്രവർത്തിക്കുന്ന പുതിയ പ്രൊഫൈൽ പിക്ചർ ജനറേറ്റർ അവതരിപ്പിക്കാനൊരുങ്ങി വാട്സാപ്പ്. നിലവിൽ പരിമിതമായ ബീറ്റ ഉപയോക്താക്കളിൽ ഈ ഫീച്ചർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.